ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിരുന്നു അന്നേ രാജിക്ക് പറയുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സഹായങ്ങൾ കിട്ടി. ഒരുപാട് സഹായങ്ങൾ ഒരു പരിധിവരെ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കിച്ചു പറഞ്ഞത് ഒരു രണ്ടാം അമ്മ അല്ലെങ്കിൽ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നേരിട്ടൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അവന് സ്നേഹം കിട്ടാതെ വളർന്നൊരു കുട്ടി, അവൻ്റെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകും. കുഞ്ഞുങ്ങളാണെങ്കിൽ കുരുത്തക്കേട് കാണിക്കും. അപ്പോൾ ചെറിയ കുരുത്തക്കേട് അവൻ തന്നെ വീട്ടിൽ പോകുന്നുണ്ട്, ഹസ്ബൻഡ് അമ്മേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയുണ്ട് അമ്മ മരിച്ച സമയത്ത് തിരിഞ്ഞു നോക്കാതെ അമ്മയാണ് ഇപ്പം നോക്കിയാൽ പൈസയും പ്രശസ്തി ആയ സമയത്ത് അവരെ ചേർത്ത് പിടിക്കുന്നതിനെ ചേർത്ത് പിടിക്കുന്ന എന്താ അവസ്ഥ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിച്ചുവിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിക്കൊണ്ട് കിച്ചു ആകെപ്പാടെ ഒറ്റൊരു വീഡിയോയെ ഇട്ടുള്ളൂ. ആ ഒരു ഒറ്റ വീഡിയോയിൽ ചെല്ലി എന്നതെല്ലാം വിഷയങ്ങൾ നടക്കുന്നതെന്ന് അറിയാം. ഒരുപാട് കാര്യങ്ങൾ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്തു റിയാക്ഷൻ മീഡിയക്കാർ. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പറയുന്നു. ആദ്യത്തെ അമ്മയുണ്ടായിരുന്നു, രണ്ടാമത്തെ അമ്മയുണ്ടായിരുന്നു, മറ്റവരുണ്ടായിരുന്നു, എന്നിട്ട് രേണുവിനെ മാത്രം കുറ്റം. കിച്ചു അതിനകത്ത് രേണുവിനെ നമ്മൾ കുറ്റമെന്നല്ല പറഞ്ഞത്, രേണു തന്നെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്. അതിനെതിരായിട്ടാണ് അതൊന്നും അല്ല സത്യം എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്ത്, അല്ലെങ്കിൽ ആരും റിയാക്ട് ചെയ്യാൻ പോവുകയായിരുന്നു. പിന്നെ കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ജെനുവിൻ ആണെന്നുള്ളത് കിച്ചു ആ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവൻ്റെ ആ ഒരു മുഖഭാവവും എല്ലാം. പിന്നെ ഇതിൽ വീണ്ടും പറയാനുള്ളത്, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ഉള്ള ചീത്തവിളിയെല്ലാം കേൾക്കാൻ നിൽക്കേണ്ട, നിങ്ങൾക്ക് ഈ വഴിയെ പോകാം, ബാക്കിയുള്ളവർക്ക് കാണാം എന്നേ പറയുന്നുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് മുഴുവൻ ഒന്നെങ്കിൽ ഇവർ കേൾക്കണം, ഇല്ലെങ്കിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ കേട്ടേച്ച് അതിന് എന്നയിലേക്ക് ഒരു വന്ന് ആ പാവം എങ്കിലും ജീവിച്ച് പോക്കട്ടെ, പാവം ജീവിച്ച് പോകുന്നത് ഇപ്പോൾ ശരിക്കും കാണുന്നുണ്ടല്ലോ. ഇത്രയെല്ലാം ഒപ്പിച്ച് വെച്ചേച്ച് എന്നതെല്ലാം വിഷയങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചേക്കുവാണ് പുള്ളിക്കാരി. ഓരോരുത്തരെ കൂടുതലും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കുറേ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യം ഈ കിച്ചുവിനെ വേണ്ടതിന് അവരൊക്കെ ഈ വീഡിയോ കാണുക പോലും ചെയ്യാതാണ് ആ കൊച്ചിനെ ഓരോന്നും പറയുന്നത്. എല്ലാവരും പറയുന്നു അവർ ആത്മഹത്യ ചെയ്താൽ എന്നെ ചെയ്യുന്നു, അവർ ആത്മഹത്യ ചെയ്യേണ്ട എന്നെ സംഭവിച്ചു ഇവിടെ, അതൊന്ന് പറയാം. കിച്ചു ഇത്രയൊന്നും പറഞ്ഞു, എന്നെ ആ വീട്ടിൽ കയറ്റത്തില്ല, എന്നോട് അവർ വലിയ അടുപ്പം കാണിക്കുന്നില്ല, ഞാൻ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്തു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആ കൊച്ചിനോട് അതിൻ്റെ ജീവിതത്തെപ്പറ്റി പറയാൻ ആൾക്കാർ ഒരുപാട് പേരെ എന്നോട് ചോദിച്ചതിന് ശേഷമാണ് അതിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്നിട്ടും അത് ഒന്നും വിട്ട് പറഞ്ഞിട്ടില്ല. ഒരു 20% അത് പറഞ്ഞിട്ടുള്ളത് തന്നെ അത് പറയുന്നുണ്ട്. പറയാൻ തുടങ്ങിയപ്പോൾ നമുക്കാണെങ്കിലും ഇപ്പോൾ നമ്മുടെ വിഷമം പിടിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കാര്യങ്ങൾ മൊത്തം പുറത്ത് നമ്മൾ പറഞ്ഞു പോകും, ഒന്നിനോടനുബന്ധിച്ച് ഒന്നിനോട്. അന്നേരം നമ്മൾ ആരും പറ്റി പ്രത്യേകിച്ച് ചിന്തിച്ചെന്ന് വരികയില്ല. ഇത്രയും കാലമായിട്ട് എല്ലാവരും ചോദിക്കുന്ന അവൻ പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ അവൻ പറയുന്നതിന് ചിലർ പറയുന്നൊരു കമൻറ്റാണ്, അവൻ എന്നെ കള്ളു കുടിച്ചിരുന്ന് പറയുന്നു, കഞ്ചാവ് അടിച്ചേച്ച് പറയുന്നു, എല്ലാം മോശം വർത്താനാണ് കൊച്ചിനെ പറയുന്നത്. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിനുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് അത് പറയുന്നില്ല. പക്ഷേ അതിൽ നിന്ന് അതെല്ലാം മാറും എന്ന് പറയാൻ ആൾക്കൊരു തെറ്റ് പറ്റി, അത് തിരുത്തുമ്പോഴല്ലേ നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത്. അത് തിരുത്തി ഞാൻ അങ്ങനെ അല്ല എന്ന് മനസ്സിലായി. എന്നതെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അതിന് മയക്കുമരുന്ന് മേടിക്കാനും മറ്റേനും മറിച്ചിനൊക്കെ പൈസ തികയാത്തതുകൊണ്ട് രേണുവിനോട് ചോദിച്ചു, രേണു കൊടുത്തു. ഇതൊക്കെയാണ് മറ്റേ ലക്ഷ്മിയോ ശ്രീലക്ഷ്മി എന്ന് പറയുന്നത്. ഇവളൊക്കെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വർത്തമാനങ്ങളാണ് പറയുന്നത്. ഒന്നും ആ കൊച്ച് രേണുവിനെ പേര് പറഞ്ഞപ്പം ചിരിച്ചു. അത് ചിരിച്ചതിൻ്റെ കാര്യം വേറൊന്നും ആയിരിക്കത്തില്ല. രേണുസുതി എന്നാണ് എപ്പോഴും പറയുന്നത്. അത് പറയുമ്പോൾ എല്ലാവരും അവരോട് കിടന്ന് ഉടക്കുണ്ടാക്കാറുണ്ട്. നിങ്ങൾ 24 മണിക്കൂറെങ്കിൽ നിങ്ങൾ രേഷ്മ തങ്കച്ചെന്ന് പറയുന്നൊക്കെ അത് ഓർത്തായിരിക്കും പക്ഷേ അത് ചിരിച്ചത്. പിന്നെ ഈ രേണുവിനെയൊക്കെ വെച്ച് അമ്മ എന്ന് പറഞ്ഞ് മാത്രമാണ് പറഞ്ഞു ഇതാക്കിയേക്കുന്നത്. ഒരുപാട് പേര് വന്നിച്ച് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഒരു പുള്ളിക്കാരി എന്നാ ജനാസനയോ അങ്ങനെ കണ്ട ഒരു പേരുള്ള പെണ്ണുമ്പോൾ അവർ വന്നിച്ച് പറയുന്നത് കേട്ട് എന്നാ കിച്ചുവിൻ്റെ അമ്മ ശാലിനിക്കും സുധിക്കും മാത്രമായിരുന്നു നോക്കാനുള്ള അവകാശമെന്ന്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സുധിയോ കിച്ചുവോ വിളിച്ചായിരുന്നു രേണുവിനെ, ഞങ്ങളെ നോക്കുന്ന പറഞ്ഞു. പുള്ളിക്കാരി അവരെ തേടി പിടിച്ച് പോയതാണ്. അതെന്നെ ആർക്കും അറിയത്തില്ലേ കഥകളൊന്നും? ആ കഥകളൊന്നും ആർക്കും അറിയത്തില്ലേ? ഒരു കൊച്ചിനെ എത്രമാത്രം അതിന്, അതുകൊണ്ട് അത് തന്നെ പറഞ്ഞ് ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ എന്നെ എത്രമാത്രം നിങ്ങളൊക്കെ പറയും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് അത് ഇത്രയും എന്നുള്ള എൻ്റെ മനസ്സിൽ അത് ഒതുക്കിക്കൊണ്ട് നടന്നത്. അതെല്ലാവരും പറഞ്ഞല്ലോ, അതിൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിൽക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ വിളിച്ച് ചോദിച്ചപ്പം. അല്ലാതെ ആരും സപ്പോർട്ട് ചെയ്തല്ല, അത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അത് പറയുന്നതായിട്ടപ്പോഴത്തേക്ക് ഇതുകൊണ്ട് പുള്ളിക്കാരുടെ കുറേ ഇമേജ് കുറേ ആൾക്കാർ ഇത് മനസ്സിലാക്കി അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ആദ്യം വന്നെന്ന് വെച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും. മിക്കവാറും ഈ കൊച്ചിനെ ഇങ്ങനെ എല്ലാവരും കൂടെ അതല്ലേ തന്നെ ഒരു മൗനമായിട്ടിരിക്കുന്ന ഒരു കൊച്ചാണ്. ആരോടും അതിങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോഴാണ് അത് ഇത്രയും ഒന്ന് സംസാരിച്ചും ആൾക്കാരുടെ മുഖത്ത് നോക്കുന്ന ഞാൻ കാണുന്നു. മറ്റേത് ഒരു മനുഷ്യരുടെ മുഖത്ത് പോലും നോക്കുന്നുണ്ടല്ലോ. എവിടെ വന്നാലും അത് വേറെ എന്നയിലൊക്കെ നോക്കി നിൽക്കുക, എന്നെ ചോദിച്ചാൽ തല കുലുക്കുക, അത് വേറെ ഏതോ ലോകത്തിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ആ കൊച്ച് അതിൻ്റെ ഒരു വിഷമം ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഇത്രയും അതിനായിട്ട് ഉപദ്രവിക്കേണ്ട കാര്യം എന്നതാണ്. ഇത്രയും പ്രശ്നം ഇത് അതിന് എന്നെല്ലാം പറഞ്ഞത് എന്നാ ഷെബീന ബീബിയുടെ ഇത് പൈസ മേടിച്ചിട്ട് അവർ ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷമാണ് അവിടെ പോയെന്ന് ആ കൊച്ചും പറയുന്നുണ്ട്, അവരും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയില്ല, നിങ്ങളൊക്കെ ഇത് അങ്ങനെയല്ല എന്ന് വെറുതെ തീർക്കുകയാണ്. അവരെ കിടന്ന് പ്രാഗി അങ്ങ് നാശപ്പെടുത്തുന്നുണ്ട് രേണു. അതിൻ്റെ അപ്പുറം രേണുവും കേട്ടിട്ടുണ്ട്. അവരെന്നേലും പറയാൻ ചെന്നാൽ രേണുവിനറിയാം തിരിച്ചെങ്ങനെയുള്ള മറുപടിയാണ് വരുന്നതെന്നുള്ളത്. അവരെ പറയുന്നവരെ മൊത്തം അവരെടുത്തിട്ട് പറയുന്നുണ്ട്. പറയുന്നതിലാണോ തെറ്റ്? കാര്യം വെച്ചാൽ അവർ ചെയ്തൊരു കാര്യമാണെങ്കിൽ വേണ്ടില്ല, അവർ ആ കൊച്ചിനെ ഇത് പോയി കണ്ടു, അതേ ഉള്ളൂ അവർ ചെയ്ത തെറ്റ്. എന്നതൊക്കെയാണോ പറയുന്നത്. എന്നാണെങ്കിലും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞൊരു വിഷമം തോന്നിയിട്ട കാര്യം, നമുക്ക് അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവരുടെ നമ്മുടെ സംഘങ്ങളൊന്ന് പറയാം, നമുക്കൊരു വിഷമങ്ങൾ പറയാം. ഈ അപ്പനും അമ്മയും ഇല്ലാത്തവർ ആരുടെ അടുത്ത് എന്നൊന്ന് വിഷമങ്ങൾ പറയും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യ വേണം, ഇല്ലെങ്കിൽ ഭർത്താവ് വേണം. അങ്ങനെയാണ്. രേണുവിന് ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. രേണുവിന് അമ്മയുണ്ട്, അപ്പനുണ്ട്, ചേച്ചിയുണ്ട്.
ചേട്ടത്തി അനിയത്തിമാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവർ ഭയങ്കര ഇതാണ്, സ്നേഹമാണ് രേണുവിൻ്റെ ചേച്ചി. രേണു എവരുടെ വേണമെങ്കിൽ സങ്കടങ്ങൾ പറയാം, രേണുവിൻ്റെ അവസ്ഥ. പക്ഷേ കിച്ചു ആരോട് ചെന്ന് ഇതെല്ലാം ഒന്ന് പറയുന്നു, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. എവിടെ ചെന്ന് പറഞ്ഞാലും കളിയാക്കല്ലേ കൊച്ചിന് കിട്ടുള്ളൂ അല്ലേ? അത് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എത്രമാത്രം മാനസികമായിട്ട് ഒരു കഥയെ അറിയാതൊക്കെ ഒരു പുള്ളിക്കാരിയൊക്കെ വന്നിരുന്ന് ഓരോന്നും പറയുന്നത്. എന്നാലും നമുക്ക് താജ് എന്ന് പറഞ്ഞ ചേട്ടൻ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. ചേട്ടൻ ഇതിന് മുമ്പും ഈ ഒരു കാര്യത്തെപ്പറ്റി കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അന്ന് പുള്ളിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ രേണു വിളിച്ചാണ്. എന്നാൽ നമുക്ക് അദ്ദേഹം ഈ കിച്ച് പറഞ്ഞ കുറച്ച് കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് വീണ നായർ എന്ന് പറഞ്ഞൊരു ഭാര്യ സുധിക്കുണ്ടായിരുന്നു, ശാലിനി ആത്മഹത്യയാണ് ചെയ്തത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കിച്ചുവിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്ന് കാര്യം. അപ്പം അന്ന് തങ്ങളെ അറ്റാക്ക് ചെയ്തിരുന്ന ഒരുപാട് വരുന്ന സത്യമല്ല. രേണു സുധി തന്നെ പറഞ്ഞിരുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഞാനല്ലാതെ വേറൊരു ഭാര്യ സുധിച്ചിട്ടില്ല. അപ്പം ഒരുപാട് കള്ളങ്ങളല്ലേ ഇന്ന് വരെ രേണു സുധി പൊതുവെ പറഞ്ഞു വെച്ചത്. തീർച്ചയായിട്ടും കിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കിച്ചു പറഞ്ഞത് ഒരു രണ്ടാം അമ്മ അല്ലെങ്കിൽ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നേരിട്ടൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അവന് സ്നേഹം കിട്ടാതെ വളർന്നൊരു കുട്ടി, അവൻ്റെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകും. കുഞ്ഞുങ്ങളാണെങ്കിൽ കുരുത്തക്കേട് കാണിക്കും. അപ്പോൾ ചെറിയ കുരുത്തക്കേട് അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, അവൻ തന്നെ സ്വമേധയാ പറയുകയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അവൻ പറയാത്ത പല കാര്യങ്ങളും ഈ പറയുന്ന രശ്മ പി തങ്കച്ചൻ്റെ വീട്ടുകാരും അവരൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കുട്ടിയെപ്പറ്റി പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പറയത്തില്ല, ഒരിക്കലും ഞാൻ പറയില്ല. ഇനി അവർ എനിക്കെതിരെ എന്തെങ്കിലും വീഡിയോമായിട്ടോ അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ജോലി കയറിയെന്നോ അല്ലെങ്കിൽ ഇനി എൻ്റെ തന്തയ്ക്ക് വിളിക്കുകയോ ഒക്കെ ചെയ്താൽ ഞാൻ പ്രതികരിക്കും. പല കാര്യങ്ങൾ എൻ്റെ ഉണ്ട്, പല കാര്യങ്ങൾ എൻ്റെ ഞാൻ അന്നും നിങ്ങൾക്കാർക്കും തരാത്ത പല കാര്യങ്ങളും എൻ്റെ. ഞാൻ കേട്ടല്ലോ, ഇദ്ദേഹം ഇന്നാളും ഇങ്ങനെ പറഞ്ഞായിരുന്നു. അയാൾ ഒത്തിരി ഇതായി പറഞ്ഞു ഇതെല്ലാം എടുത്ത് പുറത്തിടും, എൻ്റെ തെളിവ് സഹിതമുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം ഇടപെട്ടത്. അദ്ദേഹം ആദ്യം കിച്ചുവിനെ പറയുന്നുണ്ട്, ഇപ്പോൾ ഇങ്ങനൊരു ഇത് കിച്ചു പറയണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ നുണയാന്ന് പറയുന്നവർക്കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതും കൂടി ഞാൻ പറയുന്നത്. കാര്യം ഇദ്ദേഹത്തിന് ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ കുറേ അല്ല നല്ലപോലെ അറിയാം. കാര്യം ഈ സുധി ആദ്യം കല്യാണം കഴിച്ച സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെ ആരും വന്നിച്ച് തീ ചെയ്ത് വിളിക്കുമായിരിക്കും. പക്ഷേ ഇദ്ദേഹം അന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയുന്നത്. പറഞ്ഞില്ല, എൻ്റെ പല ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ടെന്ന് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കെതിരെ പറയുമ്പോഴേ ഞാൻ തിരിച്ചു പറയത്തുള്ളൂ. അതിന് പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായ തെളിവ് ഉൾപ്പെടെ ഞാൻ പറയത്തുള്ളൂ. ഏത് കാര്യങ്ങളാണെങ്കിലും വ്യക്തമായ തെളിവ് ഉൾപ്പെടെ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മളത് പറഞ്ഞ് നമ്മുടെ ഈ നാണയത്തൊട്ടുകളില്ലേ, നാണയത്തൊട്ടുകൾ എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നോട്ടുകെട്ടുകൾ നിശബ്ദമായിരിക്കും. അവർ നിശബ്ദമായിരുന്നാൽ അവർ കൊള്ളാം. അല്ലെങ്കിൽ നാണയത്തൊട്ടുകൾ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഒരുപാട് ആളുകൾ വീണ്ടും പ്രതികരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, രേണു സുധിക്ക് ആവശ്യം വിവാദങ്ങളാണ്. ഒരു വിവാദം ഇല്ലാത്ത സമയത്ത് സ്വന്തം കണ്ടത് തന്നെ എന്തെങ്കിലും പ്രശ്നമാക്കിയിട്ട് വീണ്ടും വിവാദമാകും. അപ്പം ഇതെല്ലാം ഒരു ദിവസം പുറത്ത് വരില്ല. ഇനിയും ഈ പഴയ കാര്യങ്ങളൊക്കെ ഈ കുത്തിപ്പൊക്കി വരുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി നല്ല രീതിയിൽ നിന്നായിരുന്നെങ്കിൽ ഇവരുടെ പഴയ കാര്യങ്ങളൊന്നും പുറത്ത് വരില്ലായിരുന്നു. അതൊരു സത്യമല്ലേ? നമ്മൾ ചില മനുഷ്യർ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുന്തോറും നമ്മൾ കുറച്ചൊക്കെ ഒതുങ്ങണം. എല്ലാവരും, ഞാനാണെങ്കിൽ തന്നെ ആരാണെങ്കിലും കുറച്ചൊക്കെ മിതമായി നമ്മൾ കുറച്ചൊക്കെ ഒതുങ്ങണം. നമ്മൾ പോകുന്നിടത്തൊക്കെ ഒരു 25 മൊബൈൽ ക്യാമറയും എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇതൊക്കെ PR വർക്ക് ആയിരിക്കും. പക്ഷേ സ്വന്തം ജീവൻ വെച്ചിട്ട് അങ്ങനെ കളിക്കണോ? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ രേണു ഓരോ സ്ഥലത്തും പോയി ഓരോ മീഡിയക്കാരെയും കൊണ്ടുവന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും ഭാഷകളൊക്കെ ഈ കിച്ചുവിന് നാണക്കെട്ട് സഹിക്കാൻ വയ്യതാണ് ഈ കിച്ചു പലതും. കാര്യം കിച്ചുവിന് ഓരോരുത്തരും വന്ന് ചീത്ത വിളിക്കുന്ന കമൻറ്റിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അവനൊരു ആണാണോ, അവൻ ഇവൾ കൊണ്ട് കൊടുക്കുന്ന തിന്നാനായിട്ട് ഇരിക്കുന്ന, ഇവൻ എതിർത്തുകൂടെ തള്ളയുടെ തോന്നിവാസങ്ങൾ എന്നും പറഞ്ഞാൽ ഇവന് നട്ടലുണ്ടോ, ഇവനാണും പെണ്ണ്, ഒത്തിരി മോശം. ഒരു 21 വയസ്സ് എന്നൊരു പയ്യൻ കേൾക്കാൻ കൊള്ളുകലാത്ത വാക്കുകൾ പലരും കമൻറ്റിലൂടെ പറയുന്നതും കേട്ടിട്ടുണ്ടോ കൊച്ചിന്. അത്രയും അത് അവഹേളനം അനുഭവിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇന്ന് നമുക്ക് നിങ്ങൾ ഈ കിച്ചുവിനെ കുറ്റപ്പെടുത്തുന്നവരെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇവർ അമ്മയും മോനും തന്നെയല്ലേ പറയുന്നത്, നിങ്ങളെല്ലാവരും അത് പറയുന്നുണ്ട്. എല്ലാവരും ഒരു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, കിച്ചുവിനെ രേണു നോക്കണമെന്ന് എന്നാ നിർബന്ധമെന്ന്. ഈ കിച്ചു ആരാണ്? രേണുവിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ മകനല്ലേ? ആ മകനെ നോക്കാമെന്നും പറഞ്ഞിട്ടല്ലേ അവരുടെ ജീവിതത്തിലേക്ക് വന്നത്. അത്രയെല്ലാം ചെയ്ത് വെച്ച് ആ കൊച്ചിനെ എന്നാത്തിന് നോക്കണമെന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. പിന്നെ ഇവർ എന്നതിന് അവരുടെ ജീവിതത്തിലോട്ട് ചെന്നേ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലത്തില്ലായിരുന്നു? അല്ലാതെ രേണു മാത്രം ചെന്നാലേ അവർ സുഖമായിട്ട് ജീവിക്കത്തുള്ളൂ എന്ന് അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. സുഖമായിട്ട് ജീവിച്ചതിൻ്റെ കഥകളൊക്കെ നാട്ടുകാർ ശരിക്കും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം എൻ്റെ കമൻറ്റിൽ ആരോ വന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നാൽ പച്ചയ്ക്ക് ഒരു പെണ്ണ് വന്നിച്ച് പറയുന്നുണ്ട്, ഇവള് ഞങ്ങളുടെ അതിലൊക്കെ ഒരു ഞങ്ങൾക്ക് അറിയാം ഇവൾ കാണിച്ചോട്ടെ കാര്യങ്ങൾ എന്നൊക്കെയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ കമൻറ്റ് ഇട്ടവരെ വഴിക്ക് കണ്ടിട്ടില്ല. പറഞ്ഞ് ശരിയാണ്, നാണയത്തുട്ടുകളാണ്. ഇങ്ങനെ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പുള്ളിക്കാർക്ക് ഇഷ്ടം. ആ സൗണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നത് അവർക്ക് നെഗറ്റീവ് വരുന്ന രീതിക്കാണ് അവർ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജീവിതം വെച്ചാണ് അവർ കളിച്ചത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെ പറഞ്ഞു. ഇപ്പം ആ വീടിന്റെ പ്രശ്നമാണെങ്കിലും ഇതൊന്നും പുറത്തുനിന്ന് ഒരാൾ ആരോപണം ഉന്നയിച്ച് കൊണ്ടുവന്നതല്ല, സ്വന്തം ക്യാമറയ്ക്ക് മുമ്പിൽ ഇട്ട് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും വീട് ജോലി പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ മുമ്പ് എന്നോട് പറഞ്ഞ കാര്യങ്ങളും എൻ്റെ വിഷയങ്ങളും എന്നെ തന്തയ്ക്ക് വിളിച്ചു, ബിഷപ്പിനെ തന്തയ്ക്ക് വിളിച്ചു, ഫിറോസിനെ തന്തയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാനിപ്പോൾ പ്രോഗ്രാമിൽ വന്ന സ്ഥലങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് തന്തയ്ക്ക് വിളിക്കേണ്ട ആളല്ലെന്ന്. അത് വിഷയമില്ല, അത് പറഞ്ഞോട്ടെ. അവർ വിവാദങ്ങളിലേക്ക് പോകുന്നതോറും അത്തരത്തിൽ സ്വന്തം കരിയർ വളരാൻ വേണ്ടി ടൂളായിട്ട് ഇങ്ങനെ വിവാദങ്ങൾ ഇട്ട് കൊടുക്കുന്നതിനിടയിലാണ് നിങ്ങളൊക്കെ ഇതിനകത്ത് ഇരമളി അടക്കിൻ്റെ സമയത്ത് ചെറിയൊരു വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൊല്ലത്ത് ബോഡി കൊണ്ടുവന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഫ്ലവേഴ്സ് ആണ് ഈ ശവസംസ്കാരത്തിൻ്റെ ചെലവ് മൊത്തം എടുത്തത്. ആദ്യം കൊടുത്ത ബില്ല് 1,80,000 രൂപയാണെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം കിച്ചുവും സംഘടനയിലെ ഒരാളും കൂടെ ഈ പറയുന്ന ബില്ലുകളെല്ലാം വീണ്ടും സംഘടിപ്പിച്ചിട്ട് 89,000 രൂപ ആക്കി പറഞ്ഞു. അത് ആരായിരുന്നു? അതിനെക്കുറിച്ച് അതൊക്കെ ശരിയാണ്. ഞാൻ ആ സംഘടനയിലെ അംഗമല്ല. ഞാൻ അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ശരിക്കും ആദ്യം 1,80,000 ഉണ്ടായിരുന്ന ബില്ല് പിന്നെ 80,000 ആക്കി കുറച്ച് കൊടുത്തു.
കേട്ടല്ലോ, ഈ ഒരു കാര്യം പറഞ്ഞതിന് ഒരുപാട് രേണു തന്നെ വന്നിച്ച് ന്യായീകരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ആ കൂടെ നടന്ന ബില്ല് ഇതാക്കി കൊടുത്ത ആളാണ് ഈ കൂടെ നിൽക്കുന്നത്. അപ്പോൾ കിച്ചു പറഞ്ഞത് കള്ളമല്ലെന്നുള്ളത് ഉറപ്പായില്ലേ? കിച്ചു പറഞ്ഞതൊന്നും കള്ളത്തരങ്ങളല്ല, കിച്ചു അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത് മൊത്തം. ഒരു സമയത്ത് കുറച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു രേണു സുധീർ അക്കൗണ്ടിലേക്ക് വരുന്ന കാശിന്റെ കണക്ക്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും കാശിനോടുള്ള ഒരു അമിതമായ അങ്ങനല്ലോ. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കുടുംബത്തിന് എടുക്കണമെങ്കിൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഞാൻ നോമിനി വെച്ചിട്ടുണ്ടാവണം. നോമിനി വെച്ചിട്ടുണ്ടെങ്കിൽ നോമിനി എടുക്കാൻ പോകുമ്പോൾ ഇത് അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ ATM വഴിയോ ഗൂഗിൾ പേ വഴിയോ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ കുറ്റമാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിരുന്നു അന്നേ രാജ്യത്ത് പറയുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സഹായങ്ങൾ കിട്ടി. ഒരുപാട് സഹായങ്ങൾ ഒരു പരിധിവരെ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ സഹായങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പുതിയതായി ഒരു തിരി കൊടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറച്ചു നിൽക്കുന്നു. ആ എന്നെ മോശപ്പെടുത്തി പറഞ്ഞവരൊക്കെ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പറയുന്നത് ശരിയാണ് കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ ആ സമയത്ത് ഒരുപാട് പേര് ചീത്ത വിളിച്ചായിരുന്നു രേണുവിൻ്റെ സൈഡിൽ ചേർന്നതാണ്. ഒത്തിരി പേര് അദ്ദേഹത്തെ പറയാത്ത ഭാഷ, രേണു വന്ന് തന്തയ്ക്കും ഒക്കെ വിളിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഭയങ്കര വിഷയങ്ങളുണ്ടാക്കി. ഏതാ വീടിൻ്റെ പ്രശ്നത്തിൽ തുടങ്ങിയൊരു പ്രശ്നമായിരുന്നു അത്. അത്രയും വിഷയങ്ങളാക്കി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു കേട്ടോ, ആ സമയത്ത് ഇവർക്ക് നല്ലപോലെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും സഹായങ്ങൾ അത് ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട്. ഇവർക്ക് സഹായങ്ങൾ കൊടുത്ത് ഓരോരുത്തർ ഗൂഗിൾ പേ ചെയ്ത് ആ ഒരു തെളിവ് സഹിതം ഇട്ട് ഇദ്ദേഹം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിച്ച് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്താണ് ഇവരെ സഹായിച്ചത്. നിങ്ങളെല്ലാവരും പറയുന്നു ഒരു വിധവ ഒരു 2 കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു, 500 രൂപയ്ക്ക് പോലും വേണ്ടി കിടന്ന് തെണ്ടി എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ ഇവർക്ക് കിട്ടിയ പൈസയൊക്കെ ഇവർ എന്നാ ചെയ്തു? അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. ശ്രീധു പറയുന്നതായിട്ട് സുചേട്ടനെ മരിച്ച് അടയ്ക്കേണ്ട 2ാം നാൾ ഒരു ബൈക്ക് മേടിച്ച് കൊടുത്തു ആ പൈസയ്ക്ക് കിച്ചുവിന് എന്നാ പ്രായമുണ്ട്, ഇന്ന പ്രായമുണ്ട്. തന്നെയല്ല ആ സമയത്ത് ഒരു ബൈക്ക് മേടിക്കാനുള്ള മൂടാണോ വീട്ടുകാർക്ക്? അടക്കിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ആ വീട്ടിലുള്ള ആരും എണീറ്റ് പോലും നടക്കില്ലാത്തൊരു അവസ്ഥയല്ലത്. ഇവർ വെളുപ്പിക്കാൻ വന്ന് പറഞ്ഞതാണോ അതോ ഇനി രേണു ഇവരോട് പറഞ്ഞു കൊടുത്ത് പറമ്പിച്ചാണോ എന്നതൊന്നും അറിയാൻ മേല. എന്നാണെങ്കിലും കേട്ടുകഴിവ് പോലും ഇല്ലാത്ത കാര്യമാണ് അതൊക്കെ. കാര്യം ഇവർ പറയുന്നുണ്ട് ഒരിടത്ത് മരണം നടന്നാൽ ആ വീട്ടിലെ ആണുങ്ങളാരും പോകുകയില്ല, ആണുങ്ങളെ പോകത്തുള്ളൂ, പെണ്ണുങ്ങളെ പോകുകയായിരുന്നു. എത്രയോ സ്ഥലത്ത് പോകുന്നുണ്ട്, ഒരു ആക്സിഡൻറ്റ് പറ്റി പെട്ടെന്നൊരു വിവരം അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാരെല്ലാവരും കൂടെ പെട്ടെന്ന് പോകും അങ്ങോട്ട് എന്നതാണെന്ന് അറിയാനായിട്ട്. അങ്ങനെയൊന്നും നിയമവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്കറിയാൻ മേല. എന്നതാണേലും ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നിനോടൊന്ന് സാമ്യമില്ലാണ് പറഞ്ഞത്. എന്നാലും ഇദ്ദേഹം വന്ന് ഇത്രയും പറഞ്ഞത് ഒരു വലിയ കാര്യമായിട്ട് എടുക്കുക. കാര്യം എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കേട്ടോ. കിച്ചു എന്നാത്തിന് അതിൻ്റെ സങ്കടങ്ങൾ ഈ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു എന്ന് അത് തന്നെ പറഞ്ഞു. ഓരോരുത്തരും ചോദിക്കാറുണ്ട്, കിച്ചു പറ അതിനൊക്കെ എന്നെ പ്രശ്നം പറ എന്ന് പറഞ്ഞു. അങ്ങനെ പറയിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ ആൾ കുറ്റക്കാരനായി. ഒരു ശകലം 20% പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്, അത് അനുഭവിച്ചത്. നമുക്ക് എന്നാലും ഈ ഒരു സംഭവം ഇത് കേട്ട ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കാണ്ട് കൂടുതലും കാരണം വെച്ചാൽ ഇവരെന്തോ എഞ്ചിനീയർ എങ്ങാണ്ടാണ് ഈ പുള്ളിക്കാരി. ഇവർ പറയുന്ന പല കാര്യങ്ങളും ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരെല്ലാം പറയുന്ന കേൾക്കുമ്പോഴല്ലോ പറഞ്ഞ് പഠിപ്പിച്ച് പറയുന്ന പോലെയാണ് തോന്നുന്നത്. അല്ല നമ്മളിപ്പോൾ ഒരു കാര്യം കേട്ട് നമ്മളത് മനസ്സിലാക്കി പറയുന്ന പോലെ അല്ല ഇവരാരും പറയുന്നത്. ഇവരൊക്കെ എന്നതോ പറഞ്ഞു കൊടുത്ത് അതും വായിച്ചെടുത്ത് അത് മനസ്സിലാക്കി ആരും ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇവരൊരു എഞ്ചിനീയർ ആണെന്ന് പറയുന്നത് ഇവരെ എനിക്ക് അറിയത്തില്ല, ധന്യ എന്നങ്ങളുടെ ഉറപ്പ് പേര്. ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളും കൂടെ കമൻറ്റ് ചെയ്യുക. കാര്യം നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുക. കാര്യം ഈ കിച്ചു ഇങ്ങനെ എല്ലാവരും മാനസികമായിട്ട് ബുദ്ധിമുട്ടങ്ങ് അനുഭവിച്ചു ആ കൊച്ചു എന്തെങ്കിലും ഒന്ന് കടുങ്കൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരും എന്നാ പറയുക? ആരും ചോദിക്കാൻ ആർക്കും പോകാനില്ല, അത് വേറെ കാര്യം. അതുപോലെ ഇപ്പോൾ ആർക്കും ഒരു സങ്കടം ഉണ്ടാവണമെന്നില്ല. എല്ലാവരും ചോദിക്കും അവൻ മോൻ എന്തിനാണ് രേണു സങ്കടപ്പെടുന്നത്, രേണുവിൻ്റെ സ്വന്തം മോനല്ലല്ലോ എന്നുള്ള മൈൻഡിൽ പറയും. ഒരു മനുഷ്യനെ രേണു ഇങ്ങനെ മറ്റുള്ളവർ ഇങ്ങനെ രേണുവിനെ കമൻറ്റിലൂടെയും റിയാക്ഷൻ വീഡിയോയിലൂടെയും പറയുന്നുണ്ടെങ്കിൽ രേണു കാണിക്കുന്ന കാര്യത്തിനാണ് പറയുന്നത്. രേണു ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടല്ല രേണുവിനെ പറയുന്നത്. രേണു കാണിച്ചു കൂട്ടുന്നത്, രേണു പറയുന്ന വൃത്തികേടുകൾക്കാണ് എതിർക്കുന്നത്. കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാൻ പറ്റില്ല, ഇവരൊക്കെ പറയുന്ന കഥകൾ കേട്ടാണ്ടല്ലോ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തർ വന്നിച്ച് പറയുന്നത്. എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ വേറെ കാര്യം കൂടി നിങ്ങളോട് എല്ലാം ചോദിക്കുകയാണ്. രേണു കരയുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിൽ വിഷമം തോന്നി? എത്ര പേർക്ക് നിങ്ങൾക്ക് വിഷമം തോന്നി? ഞാൻ ഒരു സത്യം പറയാം, എനിക്കൊരു സങ്കടവും തോന്നിയില്ല. കാര്യം ആ ഒരു ഇത് കഴിഞ്ഞത് പുള്ളിക്കാർ റീലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുമായിരുന്നു ചെയ്തത്. ആ വീഡിയോ അവർ പുറത്തോട്ട് വിട്ടു. അപ്പോൾ പിന്നെ ആ ഒരു മനുഷ്യൻ കരയുമ്പം അവരുടെ കണ്ണ് അതുപോലെ വിഷമിച്ച് അവർ കരഞ്ഞിട്ടാവെന്ന് പറയുന്നെങ്കിൽ പോലും അവരുടെ കണ്ണ് കലങ്ങിയിരിക്കും. ഒന്നത്. രണ്ടാമത് എത്ര സങ്കടം അവർ ഉള്ളിൽ ഒതുക്കുന്ന മുതൽ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും അവർ ഉള്ളി വിഷമം ഉണ്ടെങ്കിൽ. ഇത് രേണു ഒരുമാതിരി ഉള്ള സത്യം പറയാം ബാത്റൂമിൽ കയറി ചപ്പിയിടാതിരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സാണ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പറയുന്നുണ്ട് ഇനി ആരും ഒന്ന് പൊങ്കാലിടാൻ വരേണ്ട കാര്യം, അതുപോലെ ഒരു കോക്കാമിച്ച് കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഇവർ പറയുന്ന കാര്യം കേട്ട് ഇതിനുള്ള മറുപടി കൊടുക്കാം നമുക്ക്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്ന സമയത്ത് ഞാൻ വെറുതെ സോഷ്യൽ മീഡിയക്ക് നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ലേഡി വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതെന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് അവരുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരെ റിലേറ്റഡ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന വേറെ ആരെക്കുറിച്ചല്ല, കാരണം വെച്ചാൽ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എല്ലാം ഡെയിലി ഈ കക്ഷിയുടെ വീഡിയോസും ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാൻ എനിക്കറിയില്ല, രേണു സുധി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ഇവരെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇന്നലെ അവരെ റിലേറ്റഡ് വീഡിയോസ് തന്നെ കുറേ സെർച്ച് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ശരിക്കും എനിക്ക് തോന്നിയത്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം.
പിന്നെ ഈ രേണുസുതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ ഹസ്ബൻഡ് മരണപ്പെട്ട കലാകാരന സുധി വരുന്നുണ്ട്, സുധി എന്ന പേര്. അപ്പോൾ അവരെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം അവർ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായി. അപ്പോൾ ഇവരിപ്പോൾ നല്ല വൈറലായിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ രേണുസുതി എന്ന് പറഞ്ഞാൽ സുധിയുടെ മൂന്നാമത്തെ വൈഫ്. അപ്പോൾ സുധി ആദ്യം കല്യാണം കഴിച്ചു, പേരെനിക്കറിയില്ല, കല്യാണം കഴിച്ചു. ഒരു ആൺകുട്ടിയുണ്ട്, കിച്ചു എന്ന പേര്. അപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ, അത് ഞാൻ വീഡിയോയിൽ കേട്ടതാണ്, എനിക്ക് ഇതിന്റെ സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ത്രീ വേറെ ഇവിടെ ഒളിച്ചോടി പോയി എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ അച്ഛനും മോനെ ഉണ്ടായിട്ടുള്ളൂ, അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ ഒരു കുട്ടിയുടെ വീഡിയോ ഉണ്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, അവിടെ എന്തോ പേര് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അപ്പോൾ അവർ കല്യാണം കഴിച്ചു, അതിലും എന്തൊക്കെയോ വിഷയങ്ങളായി. ആ കല്യാണം കഴിച്ച സമയത്ത് അച്ഛൻ അവരുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടി തീർത്തും ഒറ്റക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഡിപ്രഷൻ പോലും ആയിട്ടുണ്ട്, ഡ്രഗ്സിന് അടിമയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടല്ലോ, ഇങ്ങനെയാണ് പലരും കാര്യങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത്. കിച്ചുവിന് ആ സമയത്ത് എന്നാ പ്രായം ഉണ്ടായിരുന്നു, എന്നെ പ്രായമുണ്ടെങ്കിൽ സുധി രണ്ടാമത് കല്യാണം കഴിക്കുന്ന സമയത്ത് കിച്ചുവിന് എന്നെ പ്രായമുണ്ട്. രേണു കാണുന്ന സമയത്ത് 11 വയസ്സുള്ള ഒരു കൊച്ചായിരുന്നെന്നാണ് പറഞ്ഞത്. ഈ 11 വയസ്സുള്ള കൊച്ചാണോ മയക്കുമരുന്ന് വെച്ചൊക്കെ നടന്നെന്ന് ഇവർ പറയുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ഇതുപോലാണോ എന്ന് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇതുപോലാണോ എന്ന് റിയാക്ട് ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. കാര്യം ആ കൊച്ച് എന്നെ തെറ്റ് ചെയ്തു, അതിൻ്റെ അമ്മ അങ്ങനെ കാണിച്ചാൽ, അപ്പൻ അങ്ങനെ കാണിച്ചാൽ, അത് എന്നെ തെറ്റാണ് ചെയ്തത്, അത് ഈ ഭൂമിയിലേക്ക് വന്നൊന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ. അതിനെ എല്ലാവരും വിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ അപ്പനെ രേണു അതിനെ 24 മണിക്കൂറും പറയുന്ന ആ കൊച്ച് തന്നെ ഷെബീന ബീബിയോട് പറഞ്ഞ കാര്യമാണ്, നിന്റെ അമ്മ ഒളിച്ചോടി പോയതല്ലേ, നിന്റെ അമ്മ അങ്ങനെ കാണിച്ചല്ലേ, ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ആ ജീവിതത്തിലേക്ക് ചെന്നത് അല്ലേ, ആ കൊച്ച് എന്നാ തെറ്റ് ചെയ്ത് അതിൻ്റെ അമ്മ അങ്ങനെ ഇത് കാണിച്ചെന്നും പറഞ്ഞോട്ട്. അതിന് എന്നാ പ്രായമുണ്ട് ആ സമയത്ത് ഇതൊക്കെ പറയുന്ന സമയത്ത്. ഇവരിപ്പോൾ പറയുന്നത് കേട്ടോ, ആ ഒരു പ്രായത്തിൽ ഈ കൊച്ച് മയക്കുമരുന്ന് അടിച്ചെന്നാണ് ഇവർ പറയുന്നത്. എത്ര കൃത്യമായിട്ടുള്ള കാര്യമാണെന്ന് ഓർത്ത് നോക്കി നിങ്ങൾ. ഇത് നമുക്കിങ്ങനെ ഒരുപാട് വീഡിയോ, ഇത് ഒത്തിരി ഇങ്ങനത്തെ പലതും വരുന്നുണ്ട്. ഇതിൻ്റെ കുറേ ഞാൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചാൽ, പക്ഷേ അത് റിയാക്ട് ചെയ്യാൻ 2 ദിവസത്തേക്ക് ഇത് നിങ്ങൾക്ക് കാണാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇവരൊരു ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇവർ സംസാരിച്ച് വരുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഒരു വീഡിയോ ഞാനിങ്ങനെ എടുത്തത്. ബാക്കി ഒരു ഒത്തിരി പേര് എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇതൊന്ന് റിയാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഇതല്ല, വേറെ ഓരോരുത്തർ ഈ പറയുന്ന ഈ കാര്യങ്ങളൊന്ന് പറയാമെന്നും പറഞ്ഞുകൊണ്ട്. നമ്മുടെ ജനത്തിൽ തെറിയും ചെയ്തൊന്നും പറയത്തില്ല, പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നല്ല വ്യക്തമായിട്ട് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്ന തെറ്റാണ്. കിച്ചു ആ സമയത്തല്ല ആ ഒരു സ്റ്റേജിലേക്ക് പോയത്. രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ആ കൊച്ചു അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോയത്. എന്നതൊക്കെ കേൾക്കണം. കാരണം ഒരു ആൺകുട്ടിയുടെ വേദന എന്തായാലും മനസ്സിലാവും, കാരണം ഞാനൊരു ആൺകുട്ടിയുടെ അമ്മയാണ്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം ആ കുട്ടി പറയുന്നുണ്ട് മൂന്നാമത്തെ അമ്മ വന്ന സമയത്ത് നല്ല സന്തോഷമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനുശേഷം എന്തോ അച്ഛൻ മരിച്ച സമയത്ത് പിന്നെ ചടങ്ങിലേക്ക് പോകുന്ന സമയത്ത് അവർ ഹോട്ടലിൽ കയറി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. അതും ഈ അമ്മയെക്കുറിച്ചല്ല പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ചാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു രേണുസുതിയെക്കുറിച്ച്. അപ്പോൾ ഇപ്പോൾ ഈ രേണുസുതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും സുധി എന്ന് പറയുന്ന ഒരു വൈഫ്. അപ്പോൾ അവർ അത്രയും ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നത്. ആ സ്ട്രഗിൾ ചെയ്യുന്ന കൂട്ടത്തിലും ഇവർ കുറച്ച് റീൽസ് ഒക്കെ മീൻസ് ഈ രേണുസുതി പിന്നെ കിച്ചു പിന്നെ അവർക്ക് ഇപ്പോൾ കല്യാണത്തിൽ ഈ രേണുസുതിയുടെ കല്യാണത്തിൽ ഉണ്ടായ ഒരു മോനുണ്ട്, എന്താ പേര് പറഞ്ഞാൽ ഋതുപ്പൻ. അപ്പോൾ അങ്ങനെ അവർ 4 ആളും, കാരണം അവർ വീടൊക്കെ കണ്ടാൽ മനസ്സിലാവും അത്രയും അവർ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവരെന്തോ കോമഡി ആക്ടറാണ് ഈ സുധി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ചാനലിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടെന്നറിയാം, എങ്ങനെയായാലും നമ്മൾ 5 മിനിറ്റ് വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫേസ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ നെവർ അത് വിട്ട് കളയില്ല, അത് കാണാതെ വിടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ വീഡിയോ കണ്ട സമയത്ത് ഇവരുടെ കുറേ റിലേറ്റഡ് രേണുസുതി നടിക്കുന്ന ഒരുപാട് വീഡിയോസ് വരും, പക്ഷെ ഒന്നും ഇവരിടുന്നതല്ല. അച്ചോടാ, അവരിടുന്നതല്ല, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ അവർ പറഞ്ഞിടിക്കുന്നതാണ്. ഇതെന്തൊരു പാവം, എത്രയും അങ്ങോട്ട് വെളുപ്പിക്കരുതേ. കാര്യം എന്തൊരു പാവം. ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴായിരിക്കും ഇതൊക്കെ കാണുന്നത്. ഞങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് സുധി മരിച്ചു കഴിയുമ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാണ് ഈ ഒരു കോലംകെട്ടൽ. അങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് ഈ വക യാതൊരു പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു ഇവരെ കൊണ്ട്. അതിന് ശേഷമാണ് ഇവർ ഇങ്ങനത്തെയുള്ള കോലംകെട്ടലും കൊണ്ട് ഇറങ്ങി തിരിച്ചത്. അവർ ശരിക്കും കണക്ക് കൂട്ടിയാണ് അവർ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചേക്കുന്നത്. അവർ ശരിക്കും വൈറലാകാൻ വേണ്ടി തന്നെയാണ് അവർ നെഗറ്റീവ് കാണിച്ചേക്കുന്നത്. അവരിടുന്ന വീഡിയോസ് അല്ലെന്ന് അവരുടെ വായിൽ നിന്ന് വർത്തമാനങ്ങളാണ് വെളിട്ട് വരുന്നത്, അവരുടെ രൂപമാണ് പുറത്തോട്ട് വരുന്നത്. ഇന്ന് ഞാൻ ഒരിടത്തോട്ട് പോയി നിൽക്കുന്നു, എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഒരാൾ വന്നു, ഞാൻ അവരോട് പറയാൻ താല്പര്യപ്പെട്ടെങ്കിലേ അവരെൻ്റെ വീഡിയോ എടുക്കുള്ളൂ. എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാനങ്ങ് മാറിപ്പോയാൽ അവർ പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കാൻ വരത്തില്ല. ഒന്നും ഉണ്ടായിരുന്ന അവരെൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ വരത്തില്ല. ഇത് അവരെ പൈസ കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കരുതുന്ന പോലെ ഇത് ചുമ്മാ ഒരു കഥ പോലെയോ അല്ലെങ്കിൽ ഒരു തമാശ പോലെയോ നടന്ന കാര്യങ്ങളല്ല. ഒരു കൊച്ചു അനുഭവിച്ച, ഒരമ്മയില്ലാത്തൊരു കുഞ്ഞ് അനുഭവിച്ച വിഷമങ്ങളാണ് പറയുന്നത്. ശരിക്കും അത് അനുഭവിച്ച വിഷമങ്ങളാണ് പറയുന്നത്. സുധി എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, അതിന് നല്ലപോലെ സുധി സ്നേഹിച്ചിട്ടുണ്ട്. കൊച്ചു ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് വീണയെ അദ്ദേഹം ഒഴിവാക്കിയത്. ആ കൊച്ചിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് വീണയെ ഒഴിവാക്കിയത്. രേണു ആ ഒരു ഇതിലൂടെയാണ് കയറി പറ്റിയത്. രേണു പറഞ്ഞല്ലോ, ആ കൊച്ചിനെ വീണ ഉപദ്രവിക്കുന്ന കാര്യം പറഞ്ഞതാണ് അവർ പറഞ്ഞത്. പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. വീണയെ അങ്ങനെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞു. അത്രയൊക്കെ അനുഭവിച്ച ആ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് എന്താ സ്നേഹിക്കാൻ പറ്റത്തില്ലായിരുന്നോ? അതാ മെയിൻ. ഒരു വീഡിയോ ഇവരിടുന്നില്ല. ഇവരിടുന്ന വീഡിയോ വളരെ അപൂർവമാണ്. പക്ഷെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുക, ഒരു സ്ക്രീൻ പകുതിയാക്കിയിട്ട് മുകളിൽ രേണുസുതിയുടെ ഫേസ്, താഴെ ഈ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർ ഫേസ്, അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, കണ്ടന്റ് ഉണ്ടാക്കുക, അവരുടെ ചാനലിൽ റീച്ച് കിട്ടുക. അപ്പോൾ ഇതിന് വരുന്ന കമന്റ്സോ ശരിക്കും ആ വീഡിയോ അല്ല കണ്ട കമന്റ്സാ, എൻ്റെ ദൈവമേ, ഒരു ലേഡീസിനൊക്കെ എന്താ പറയുന്നത്. അയ്യോ, ഒരു രക്ഷയിൽ എന്തൊക്കെയാ ഒരു ലേഡിയെ പറയുന്നത്. അവരെന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മളും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഉണ്ടായതല്ലേ, എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ. അവർ പറയുന്ന ഒരു
ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് വേണ്ടി എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന കംപ്ലീറ്റ് ഈ വീഡിയോസിൽ പറഞ്ഞ കാര്യം മാത്രമാണ്. ഈ സുധി എന്ന് പറഞ്ഞ കക്ഷി ആക്സിഡന്റിൽ മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെട്ട സമയത്ത് അവരുടെ ബോഡി എന്തോ അവർ സുധിയുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെയുള്ളവർ സമ്മതിച്ചില്ല. അതായത് ഇവർക്ക് ക്യാഷ് ഒന്നും ഇല്ല, അങ്ങനെയുള്ള വീഡിയോസ് കണ്ടു. അവർ സമ്മതിച്ചില്ല, അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ എങ്ങനെയാണ് ബാക്കി ചടങ്ങ് ചെയ്തതെന്ന് എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മക്കളെയും കൊണ്ട് ഈ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. നിങ്ങൾ പിന്നെ എന്നാ കോപ്പ് കണ്ടിട്ടായി വന്നിരുന്ന് പറയുന്നത്? നിങ്ങൾ പിന്നെ എന്നാ കോപ്പ് കണ്ടിട്ടാണ് വന്നത്? ഇവരൊന്നും കേട്ടോ സുധീയുടെ ബോഡി കൊണ്ടുവന്നപ്പോഴത്തേക്ക് പൈസ ഫ്ലവേഴ്സുകാരാണ് പൈസ മുഴുവനും കൊടുത്തത്. ഇവരൊരു ബില്ലും കൊണ്ട് കൊടുക്കുമായിരുന്നു. കൊടുത്ത ബില്ലിൻ്റെ കഥ ഇപ്പം കിച്ചും പറഞ്ഞു, പിന്നെ താജ എന്ന് പറഞ്ഞ ചേട്ടനും പറയുന്നുണ്ട് ആ കൊടുത്ത ബില്ലിൻ്റെ കഥ. പിന്നെ നിങ്ങൾ എന്നാ കോപ്പ് കേട്ടിട്ടാണ് നിങ്ങൾ ഇതിനൊക്കെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. ഇവരൊക്കെ പറഞ്ഞ് വെക്കുന്ന എവിടെയെന്നറിയോ? ഹോട്ടലിൽ പോയ കാര്യം പറഞ്ഞു, പിന്നെ ചവടക്കിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങോട്ട് കൊണ്ടുവന്നത് സുധിയുടെ വീട്ടിലോട്ട് സുധിയുടെ അമ്മയ്ക്ക് കാണാൻ അവർക്ക് ആഗ്രഹം അവിടെ അടക്കാനായിരുന്നു. സുധി ഒരു ഹിന്ദു ആയിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് അവരുടെ മകനെ അവരുടെ അടുത്ത് കൊണ്ടുവരുന്ന അവിടെ അടക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. നിങ്ങളോടൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിശ്വസിച്ച് ഇതെനിക്കൊന്ന് ഇവരെ പഠിപ്പിച്ച് വിട്ടേക്കുന്നതാണ് കേട്ടോ. അല്ലാതെ ഇവർ ഈ സംഭവങ്ങളൊന്നും ഒന്നെങ്കിൽ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇവർ ആ കിച്ചുവിൻ്റെ വീഡിയോ മുഴുവൻ കണ്ടെങ്കിൽ ഇപ്പം ഈ അടിച്ച ഡയലോഗ് ഇവർ അടിക്കുകയില്ല. ഇപ്പം അടിച്ച ഡയലോഗ് അടിക്കുകയില്ല. അവരെങ്ങനെയൊക്കെയോ അടക്കം നടത്തിയെന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ലല്ലോ കിച്ചുവിൻ്റെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുക, ഇങ്ങനെ കുറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. എനിക്കറിയാമല്ലോ ഇതൊക്കെ ഇവിടുന്ന് രേണുവിൻ്റെ സൈഡ് പറയേണ്ടെന്ന് ഞാനും സൈഡ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേങ്കിൽ രേണു വീണ്ടും തോന്നിയ ദിവസങ്ങളിലേക്ക് പോകുന്നുണ്ടാണ് രേണുവിനെ ഞാനും റിയാക്ട് ചെയ്ത് തുടങ്ങി തിരിച്ച്. ഞാൻ പറഞ്ഞ ശാന്തിയുള്ള ദിനേശൻ പറഞ്ഞ അങ്ങനെ ഞാനും ഒരുപാട് പറഞ്ഞുണ്ട് കേട്ടോ. അദ്ദേഹത്തിനെതിരെ ഞാൻ നെഗറ്റീവ് പറയേണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇവർക്കൊന്നും ഇല്ലാന്ന് കണ്ടിട്ട് നല്ല മനസ്സുള്ള ആൾക്കാർ ചേർന്ന് ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഉണ്ടായിരുന്നു. എന്തായാലും അവരെ നല്ല മനസ്സ്, അതിലാണ് ശരിക്കും നമ്മൾ കാണുന്നത്. ഒന്നും ഇല്ലായ്മയിൽ നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്ത് കൊടുത്തല്ലോ. അതിൽ ഭയങ്കര പ്രൗഡാണ്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ വീടൊക്കെ ആയാലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ജോലി വേണമല്ലോ. ഞാനൊരു ജോലി ചെയ്യുന്ന ആളാണ്, ഞാനൊരു എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ജോലിയുടെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ അത് രേണു സുധിയെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. കാരണം അവർ എഡ്യൂക്കേഷൻ എത്ര മാത്രമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് അറിയുന്നുണ്ടാ, അവർക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, റീൽസ് ചെയ്യാൻ അറിയാം. അപ്പോൾ അവർ ആ ഒരു കഴിവ് വെച്ചിട്ട് അവർ മുന്നോട്ട് വന്നത് സോഷ്യൽ മീഡിയയിൽ റീൽസ് തന്നെ ഏതോ ആൽബത്തിൽ അഭിനയിച്ചു. ആദ്യത്തെ ആൽബത്തിൽ അഭിനയിച്ചതിന് ശേഷം അവർക്ക് ഇത്രയും കമന്റ്സ് വന്നു, നെഗറ്റീവ് കമന്റ്സ് വന്നു. അങ്ങനെ ആൽബത്തിൽ അഭിനയിച്ചു. അതിനുശേഷം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അവരെ ട്രോളായി, അവരെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും ചോദിച്ചോട്ടെ, ഈ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. വീട്ടിലിരുന്ന് പട്ടിണിയാണെങ്കിൽ പട്ടിണി കിടന്ന് പിന്നെ ഒന്നും കഴിക്കാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിച്ചോട്ടെ, ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല. ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്നാ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ യൂട്യൂബിലാണെങ്കിൽ എല്ലാം ഒന്ന് ഒരു ബിഷപ്പുണ്ട് നോബൽ പിൽപ്പ് എന്ന് പറഞ്ഞ് അതൊന്ന് പേരടിച്ച് നോക്കണം. അദ്ദേഹത്തെ പറഞ്ഞിട്ടുള്ള തെറികളും അദ്ദേഹത്തെ പറഞ്ഞിട്ടുള്ള ഈ സ്ഥലം കൊടുത്ത ആളാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞല്ലോ അത് കൊടുത്ത കാര്യത്തിൽ. ആ ഒരു മനുഷ്യനെ സ്ഥലം കൊടുത്ത മനുഷ്യനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ രേണുവിനെ എല്ലാവരും വെറുത്ത് തുടങ്ങിയത്. രേണുവിനെതിരായി തുടങ്ങിയത് അന്ന് മുതലാണ്. സ്ഥലം കൊടുത്ത ആളെ തെറി വിളിക്കുക, വീട് വെച്ച് കൊടുത്ത ആളെ തെറി വിളിക്കുക എന്നതല്ല. പിന്നെ ഇവർ ഒരുപാട് അനുഭവിച്ചത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. സുധി ജീവിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാണാം. സുധി ഭരിച്ചതിന് ശേഷം ഇവർ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. 500 രൂപയ്ക്ക് വരെ വേണ്ടി തെണ്ടിയെന്ന് പറഞ്ഞ ആൾ മദ്യപിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് പബ്ലിക്ക് വന്ന് പറയുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ്. നിങ്ങൾക്ക് രേണുസുധി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞെടുത്ത് കിട്ടും, അതെല്ലാം കിട്ടും. അതുപോലെ അതെങ്ങനെയാണ് കഴിക്കുന്നതെന്നുള്ളതും അത് പച്ചവെള്ളമാണ് ഇവർ കുടിക്കുന്നത്. പക്ഷേ എന്നാലും അത് കുടിച്ചു വരെ കാണിക്കാനായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള വിധവന്മാരെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന വിധവന്മാരെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇവരെ ഇത്രയും ഇതായിട്ട് ന്യായീകരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പിന്നെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞു, ഫ്ലവേഴ്സ് ഒരു ജോലി മുന്നിലോട്ട് വെച്ചതാണ്, അത് വേണ്ടാന്ന് പറഞ്ഞു. ആ ജോലി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിന്നത്. ഫ്ലവേഴ്സുകാർ ഇവർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം കാണിച്ചു കൊടുത്താണ്. പക്ഷേ ഇവരുടെ ലക്ഷ്യം ഇതല്ലായിരുന്നു. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിരങ്ങുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതും സുധിയുടെ പേര് വെച്ച് തന്നെ നിരങ്ങണം, എന്നാലേ പുള്ളിക്കാരി കയറി പോകണമെന്നറിയായിരുന്നു. ആ ഒരു പറഞ്ഞ് വരുന്നുണ്ട് പട്ടിണി കിടന്ന് ചാകണമെന്നും. ചാകേണ്ട അവസ്ഥയൊന്നും അവർക്കുണ്ടായിട്ടില്ല. അവർക്ക് നല്ലപോലെ പൈസ അവരുടെ കയ്യിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്ക് പൈസയുടെ ആക്രമത്തിന് റീല് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, മറ്റത് ചെയ്യുന്നു, മനസ്സ് റീല് ചെയ്യുന്നു, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നുണ്ട്. അത് ചേച്ചി അറിയുന്നുണ്ടോ? അതിനകത്ത് നല്ല വരുമാനമാണ്. പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം എന്താ അറിയോ, ഈ സുധിയുടെ പ്രൊഫൈൽ പിക്ക് മാറ്റി രേണുസുധിയുടെ പിക്ചർ വെച്ചു. ശരിക്കും രേണുസുധി ഉപയോഗിക്കുന്നത് രേണുസുധി എന്നുള്ള ഒരു പ്രൊഫൈലാണ്. ഞാനത് കാണിച്ചു തരാം. അല്ലാണ്ട് സുധി എന്ന് പറഞ്ഞല്ല. സുധീൻ്റെ ആണെങ്കിൽ സുധീൻ്റെ പിക്ചറാണ് ഒന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം തന്നെ ഭർത്താവിൻ്റെ നിലവിൽ ഭർത്താവ് ഉള്ളവർ പിന്നെ ഭർത്താവിൻ്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ട് എത്ര ആൾ പോകുന്നുണ്ട്. ഇവർ ചെയ്തിരിക്കുന്ന ഇവർ കുറേ കാലം ഇവർ ഈ സുധി എന്ന് പറയുന്നവരെ പിക്ചർ ആയിരുന്നു പോലും പ്രൊഫൈൽ പിക്ചറായിട്ട് വെച്ചത്. പിന്നെ അവരിപ്പം നിയറസ്റ്റ് അവരത് മാറ്റി. അതിന് വേണ്ടിയിട്ട് അവരെ ട്രോളുക. അവരെ ഡി പി മാറ്റിയതിന് എന്തിനാ ഇത്ര ട്രോളാനുള്ളത്, അവരെ പറയാനുള്ളത്? എൻ്റെ ദൈവം, ഈ കമന്റ് അവർ ഡി പി മാറ്റിയതിന് ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവർക്കും സന്തോഷമാണെന്നാണ് പറഞ്ഞത്. അതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? നിങ്ങളൊന്നും വേണ്ട, കുറേ റിയാക്ഷൻ വീഡിയോ എടുത്ത് വെച്ച് കണ്ടാൽ മതി, നിങ്ങൾക്കുള്ള സത്യങ്ങൾ മൊത്തം മനസ്സിലാകും. അവർ ഫോട്ടോ മാറ്റിയതിന് ആരും ഒന്നും പറഞ്ഞില്ല. ഫോട്ടോ മാറ്റി നല്ല കാര്യമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ പറയുന്ന കേട്ടതൊന്നും രേണുവാണ് വലിയ ഫെയിമായിട്ട് നിന്ന് രേണുവിലൂടെ സുധി അറിയപ്പെട്ടു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. ഭർത്താവിൻ്റെ ഫോട്ടോ വെക്കുന്ന എല്ലാ പെണ്ണുങ്ങളുണ്ട്. ഞങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഭർത്താവ് മരിച്ചിട്ട് സിന്ദൂരം തൊട്ട് കിടക്കുന്ന പെണ്ണുണ്ട് ഇപ്പോഴും. അദ്ദേഹം എന്നെ വിട്ട് പോയിട്ടില്ല, എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരിതിൽ ഇപ്പോഴും ഒരു സിന്ദൂരം തൊട്ട് 2 കുഞ്ഞുങ്ങളെ ഒരു മാന്യമായിട്ട് വളർത്തിക്കൊണ്ട് പോകുന്നു. എല്ലാ നാട്ടിലും ഓരോരുത്തർക്ക് ഓരോരോ പ്രശ്നമുണ്ട്. അവർക്ക് അവരുടെ ദാമ്പത്യ ചില ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചിട്ട് പോയവരുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങളോട് ജീവിക്കുന്ന പലരുണ്ട് ഈ നാട്ടിൽ. ഈ നാട്ടിലല്ല, എല്ലാ നാട്ടിലും ഉണ്ട്.
പക്ഷേ ലോകത്ത് ആദ്യമായിട്ടൊരു വിധവ അത് രേണുസുതിയാണ്. നിങ്ങൾ ആരും ശ്രദ്ധിച്ചാൽ താജ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരിക്കലും രേണുസുതി എന്ന് പറയുന്നത് കേൾക്കുന്നില്ല. രേഷ്മ പി തങ്കച്ചൻ എന്നാണ് അദ്ദേഹം പേര് പറയുന്നത്. അത്രയും കമന്റ്സ്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഇത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണോ? എന്ത് വായിൽ തോന്നി എല്ലാം ഒരു ലേഡീനെ പറയാന്നാണോ? അത്രമാത്രം അവർ പറഞ്ഞിരിക്കുക. അയ്യോ, അതുപോലെ ഇപ്പോൾ ഈ മോൻ വന്നിട്ട്, കിച്ചു എന്ന് പറഞ്ഞ മോൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഒരു കിച്ചു എന്ന് പറയുന്ന മോൻ കാറിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ കല്യാണത്തെക്കുറിച്ചും അവനുണ്ടായതിനെക്കുറിച്ചും അമ്മ ഒളിച്ചോടി പോയതിനു ശേഷം ഡിപ്രഷൻ ആയതിനെക്കുറിച്ചും പിന്നെ ഈ രേണുസുതി എന്ന് പറഞ്ഞ ആൾ വന്നതിന് ശേഷം ലൈഫിൽ കുറച്ച് സന്തോഷം കിട്ടിയതിനെക്കുറിച്ചും പിന്നെ ആ കുട്ടി ഏതോ ഒരു സമയത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റോട് പറയുന്നുണ്ട് അച്ഛൻ മരിച്ച സമയത്ത് ഇവർ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് പോയിട്ട് ഫുഡ് കഴിച്ചിരുന്നു. അതും ഈ രേണുസുതി എന്ന് പറഞ്ഞ ആളെ മെൻഷൻ ചെയ്തിട്ടൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ രേണുസുതി വേറൊരു വീഡിയോയിൽ വന്ന് പറയുന്നത് അത് ഞാനല്ല, എൻ്റെ ചേച്ചിയും ചേട്ടനും അങ്ങനെ എന്തോ അവരെ പോയി കഴിച്ചെന്ന് ഞാൻ ഒരു പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ മരണപ്പെട്ട വീഡിയോയിലും കാണിക്കുന്നുണ്ട്, അവർ അത്രയും തളർന്നിരിക്കുന്ന ഒരു വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വാസ്തവം എന്ന് അറിയില്ല. പക്ഷേ വാസ്തവം എന്തായാലും നമ്മൾ മലയാളികൾ എന്താ ഇങ്ങനെ ആവുന്നത്? ഒരാൾ എന്തിനാ ഇങ്ങനെ തെറിവിളിച്ച് ശീലിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. പിന്നെ ഈ കിച്ചു എന്ന് പറയുന്ന ആളുടെ വീഡിയോ, ഈ കിച്ചു എന്ന് പറയുന്ന മോന, അപ്പോൾ ഈ ഒരു രേണുസുതി ഏത് വീഡിയോയിലും പറയുന്നത് എൻ്റെ മക്കൾ, പക്ഷേ രേണുസുതിയുടെ മോനെ ആദ്യ ഭാര്യയുടെ കുട്ടിയാണ്. പക്ഷേ അവർ കണ്ടിരിക്കുന്ന സ്വന്തം മോനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ മോൻ അത് എന്താ പറയുക, ഋതപ്പൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവർക്കുണ്ടായ കുട്ടി. പക്ഷേ എന്നാലും ആ ലേഡി പറയുന്നത് എൻ്റെ മക്കൾ, ഫസ്റ്റ് കിച്ചുവിൻ്റെ പേരെ പറയുന്നത് എൻ്റെ മോൻ കിച്ചു ഋതപ്പനും, അങ്ങനെ മാത്രമേ അവർ വീഡിയോയിൽ പറയുന്നത് കാണുള്ളൂ. അല്ലാണ്ട് ഋതപ്പൻ മാത്രം എൻ്റെ മോൻ അവർ എവിടെയും പറഞ്ഞിട്ടില്ല. അത്രയും അവർ മക്കളെ കെയർ ചെയ്യുന്നുണ്ട്, മക്കളെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു G-Shock വാച്ച് ഈ കിച്ചുവിന് സമ്മാനം കൊടുക്കുന്നതും അവൻ എത്ര സന്തോഷമായി എന്ന് കാണിക്കുന്നൊക്കെ. അതൊക്കെ ആയ അമ്മക്ക് മക്കളോടുള്ള വാത്സല്യല്ലേ കാണിക്കുന്നത്, അത്ര സ്നേഹമല്ലേ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ നോക്കാണ്ടിരുന്ന പോരെ, അവർക്ക് ഇതൊന്നും വായിച്ചു കൊടുക്കാണ്ടിരുന്ന പോരെ. വാസ്തവം എനിക്കറിയില്ല, ഇതെല്ലാം വീഡിയോയിലുള്ളതാണ്. എന്നാലും എല്ലാം പറഞ്ഞു പുള്ളിക്കാരി ലാസ്റ്റ് പറയുന്നുണ്ട്. വാസ്തവം എന്നാന്ന് എനിക്ക് അറിയത്തില്ല, ഇതെല്ലാം വീഡിയോയിലുണ്ട്. പക്ഷേ വീഡിയോയിലുള്ള കാര്യമൊന്നും അല്ല പുള്ളിക്കാരി പറയുന്നത്. എത്ര പേര് സ്വന്തം മക്കൾക്ക് പൈസ കൊടുക്കുന്നത് 10 പേരെ അറിയിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾക്ക് പൈസ കൊടുക്കാറുണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ അവരിലോട്ട് കൊടുക്കാറുണ്ട്, എൻ്റെ നേരത്തായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഞാനത് യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എത്ര വേണം, അതാണ് ഇപ്പം അങ്ങോട്ട് ചെയ്തേക്കുന്നത്, മോൻ എത്ര വേണം ഇപ്പം അങ്ങോട്ട് ചെയ്തേക്കുന്നത് എന്നും പറഞ്ഞല്ല കൊടുക്കുന്നത്. അത് നമ്മുടെ കടമയാണ്, നമ്മൾ സൃഷ്ടിച്ചതാണ് അവർ. അപ്പോൾ ചോദിക്കും സുധിയുടെ മോനല്ലേ, രേണു അല്ലല്ലോ സൃഷ്ടിച്ചെന്ന്. ഒറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ സുധിയുടെ പേരിൽ എന്തോരം പൈസ വന്ന് കയറി കയ്യിലോട്ട്, എന്തോരം പൈസ വന്ന് കയറി, അതൊന്നും ഈ കൊച്ചിന് അവകാശപ്പെട്ടതല്ലേ? ഇവർ ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയ കാര്യമാണ്, കിച്ചു എന്നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രേണു ആരും രേണുവിൻ്റെ അപ്പൻ്റെ പേരോ ഒന്നും അതിനകത്തെടുത്ത് പറഞ്ഞിട്ടില്ല. ഇവർ തന്നെ അത് ഉണ്ടാക്കുവാണ്. രേണു അതിനകത്തുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവരൊക്കെ അങ്ങ് ആക്കുവാണ്. രേണു പറഞ്ഞു എന്ന് പറയും. ഇവരെല്ലാം ഈ കൊച്ച് പറഞ്ഞ കാര്യങ്ങളല്ല ഇവരൊന്നും പുറത്ത് പറയുന്നത്. ആ കൊച്ച് പറയാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇതുപോലെ ഒരു അമ്മ ആരെ സ്നേഹിക്കും? എത്രയോ സ്ഥലത്തുണ്ട്. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് നല്ല രീതിക്ക് വളർത്തുന്ന എവിടെയും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. എനിക്കറിയാവുന്നുണ്ട്, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു. എനിക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ട് അങ്ങനെ. അവരുടെ വീട്ടിലെല്ലാമെന്ന് പോലും പറയത്തില്ല, അവർ പ്രസവിച്ച എല്ലാമെന്ന് പോലും പറയത്തില്ല കുഞ്ഞിനെ കണ്ടാൽ. അത്രയ്ക്ക് കാര്യമായിട്ട് സ്നേഹിച്ച് വളർത്തുന്നവരുണ്ട്. എല്ലാം പറഞ്ഞ് ഞാൻ പറയുന്നുണ്ട്. ഞാൻ വീഡിയോ ഇവർ കണ്ടിട്ടൊന്നുമില്ല. ഇത് വേറെ എന്നതോ സംഭവമാണ്. ഇത് ഇവർ വീഡിയോയും കണ്ടിട്ടില്ല, ഒരു കുന്തം കണ്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളതാണ്. ആ വീഡിയോ കണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയില്ല. ഇതെല്ലാം വീഡിയോയിലുള്ളതാണ്. എന്നാലും എനിക്ക് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കിച്ചു എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടു, എല്ലാവരും അത് ഷെയർ ചെയ്തിട്ട് ആ വീഡിയോ നല്ല വൈറലായി. അപ്പോൾ അതിനും കാരണം എന്താ, ഈ രേണുസുതി തന്നെയല്ലേ. അവരുടെ ബേസിൽ മാത്രമല്ല ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടീൻ്റെ വീഡിയോ മാത്രം ഇത്ര വൈറലായത്. കുട്ടി ഒരുപാട് ഫീൽ അനുഭവിച്ചിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും ദിവസം ഉള്ള വീഡിയോയിലൊക്കെ ആ കുട്ടി അമ്മയുടെ കൂടെ എയർപോർട്ട് പോകുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും സൗകര്യമൊക്കെ ആയപ്പോൾ ആ കുട്ടി എന്തിനാ ഇങ്ങനെ വന്നതെന്ന് അറിയുന്നില്ല. കാരണം നാളെ എന്താണെന്ന് ചിന്തിക്കാണ്ട് ആ കുട്ടി പലതും എടുത്ത് പറയുന്നത്. നമ്മൾ എടുത്ത് ചാട്ടത്തിന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ രേണുസുതി എന്ന് പറയുന്ന കക്ഷി, ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഈ രേണുസുതി എന്ന് പറയുന്ന കക്ഷി ഗൾഫിലുള്ളതെന്ന് തോന്നുന്നു. കാരണം ഈ ഗൾഫിലുള്ളതെന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു. പിന്നെ അപ്പോൾ അവർ ആ കുട്ടിക്ക് മറുപടിയായിട്ട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഭയങ്കര കരഞ്ഞോണ്ടാണ് പറയുന്നത്, എൻ്റെ മോൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ആ കുട്ടി എന്തിനാ അങ്ങനെ പറഞ്ഞത് എനിക്കും മനസ്സിലാകുന്നില്ല. കാരണം ഒന്നുമില്ലായ്മ ആ കുട്ടി ഈ രീതിയിലെത്തി, ഈ ഒരു ലെവലിലെത്തി. പക്ഷേ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല. പിന്നെ കോട്ടയത്തെ വീട്ടിലാന്നൊക്കെ പറയുന്നുണ്ട്, അവിടുത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ല. പക്ഷേ എന്നാലും അവിടുത്തെ വീഡിയോസ് ഞാൻ അധികം കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന രേണുസുതി എന്ന് പറയുന്ന ആൾ എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് വീഡിയോയിലും, വെറുതെ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല, വീഡിയോ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കുറേ വീഡിയോയിൽ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് അത് എങ്ങോട്ടാണ് കൊണ്ടുവെക്കുന്നത് എന്നുള്ളത്. എല്ലാം പറഞ്ഞ് അവർ നിർത്തുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് രേണു സഹായിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞത് അതൊക്കെ നമ്മൾ കണ്ടാണ്, കൊടുക്കുന്ന എടുക്കുന്നതൊക്കെ കണ്ടാണ്. അവർ പറഞ്ഞു കേട്ടോ, കോട്ടയത്തെ വീട്ടിലാണ് കൊച്ചു നിൽക്കുന്നതെന്ന്. കോട്ടയത്തെ വീട്ടിലാണോ നിൽക്കുന്നത് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം. സത്യം എന്നാ നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം. ഇവർ ഒന്നും അറിയാതെ ഇവരോട് ആരാണ്ട് എന്നതൊക്കെയോ പറഞ്ഞു കൊടുത്ത് ഇവരെ കൊണ്ട് പറയിപ്പിക്കുവാണ് ഇങ്ങനെയൊക്കെ. വെച്ചാൽ ആരൊക്കെയോ കമൻറ്റ് ഇട്ടായിരുന്നു, കൊള്ളാവുന്ന ഒരുത്തർ പോലും വന്ന് ഇവർക്ക് സപ്പോർട്ട് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. കൊള്ളാവുന്ന ഒരുത്തർ പോലും, മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും വന്ന് ഒരു സപ്പോർട്ട് പറയുന്നില്ലെന്ന്. അതിനാണ് ഇവരെ പോലുള്ളവരൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ്. പക്ഷേ വളരെ മോശം കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ തലയ്ക്കകത്ത് ശകലം പോലും ബുദ്ധിയും ബോധവും ഇല്ലെന്നുള്ളത് ഈ ഒരു പറച്ചിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ശകലം പോലും നിങ്ങളുടെ തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ആ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് വേണം. നിങ്ങൾ ആ പൂർണ്ണമായിട്ട് ആ വീഡിയോ കണ്ടിട്ട്, നിങ്ങൾക്ക് അറിയില്ല രേണു കാണിച്ചു കിട്ടുന്ന പല കോലങ്ങളും. നിങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇട്ട് ഇവരെ ആക്രമിക്കുന്നുണ്ട്, അവരെ ആക്രമിക്കാനുള്ള അവസരം ഇട്ട് കൊടുത്തേച്ച് എന്നെ ആക്രമിക്കുക ഞാൻ ഏറിപ്പോട്ടെ എന്നും പറഞ്ഞ് അവർ സ്വയം മേടിച്ച് കിട്ടുന്നതാണ്.
അല്ലാതെ അവർ അറിയാതെ വന്ന് പെടുന്നതല്ല, അവർ അറിഞ്ഞുകൊണ്ട് വന്ന് പെടുന്നതാണ്. അത് കിട്ടുമ്പോൾ എല്ലാവരും കണ്ടന്റ് ആക്കി എടുക്കുന്നു, എല്ലാവരും റിയാക്ട് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പറഞ്ഞു ഇവർ ഒരുപാട് പേര് ചീത്ത വിളിക്കുന്ന അമ്മമാരുടെ വയറ്റിൽ നിന്ന് വന്നല്ലെന്നൊക്കെ നിങ്ങൾ കുറച്ച് മുമ്പ് പറയുന്നത് കേട്ടായിരുന്നു. ഈ അമ്മമാരുടെ വയറ്റിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാ പിറപ്പുതരം കണ്ടോണ്ടിരിക്കണമെന്നുണ്ടോ? എല്ലാ മനുഷ്യരും അവരോട് ഫോൺ ചാർജ് ചെയ്തിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. നമുക്കിപ്പോൾ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചാനലിലൂടെയാണ് വീഡിയോ ഇടുന്നത്. എന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഞാനൊരു ബന്ധം വരുന്നില്ല, എൻ്റെ വീഡിയോ പിന്നെ അവർ കാണുന്നില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ വരുന്ന വഴിക്ക് കണ്ട എൻ്റെ ചാനലിലാണ് ഞാൻ വരുന്നത്. പക്ഷെ അവരുടെ അങ്ങനെയല്ല, അവരുടെ അക്കൗണ്ടിലാണെങ്കിൽ അത് അവിടെ കിടക്കട്ടെ എന്ന് വെക്കാം. ഇവരൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയ ഇവർ പിന്നെ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം, ഇവിടുന്ന് പോയ സമയത്ത് ഇവർ എന്നെ കാണിച്ചാൽ പോയത്. ഇനി അതിൻ്റെ അപ്പുറം ഡയലോഗ് കൊണ്ടാണ് വന്നിറങ്ങും. വീട്ടിൽ ചെന്ന കൊച്ചിനെ കാണാനൊന്നും അല്ല അവർ മെനക്കെടുന്നത്, അവിടെ നിന്ന് കഥകൾ പറയാനാണ് അവർ മെനക്കെടുന്നത്. എന്താ കുട്ടി അങ്ങനെ പറയാൻ കാരണം എനിക്കറിയില്ല, ആരെങ്കിലും പറയിപ്പിച്ചതാണോ അതും അറിയില്ല. പിന്നെ എന്നാലും ആ കുട്ടിയും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആ കുട്ടിക്കായാലും ഇത്രയും റീച്ച് കിട്ടാനും എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനം കിട്ടാനും ഒക്കെ കാരണം ആ കുട്ടിയുടെ ഈ അമ്മ തന്നെയാണ്. അത് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല. അതാണ് ഈ പ്രായത്തിന്റെ എടുത്തുചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാണ്ടാണ് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ രേണുസുതി എവിടെയോ ഉദ്ഘാടനത്തിനോ എന്തിനോ പോയ സമയത്ത് അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുന്നുണ്ട്, ഹസ്ബൻഡ് അമ്മേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ താഴെയുണ്ട് മരിച്ച സമയത്ത് തിരിഞ്ഞു നോക്കാതെ അമ്മയാണ്, ഇപ്പം നോക്കിയാട്ടെ പൈസയും പ്രശസ്തി ആയ സമയത്ത് അവരെ ചേർത്ത് പിടിക്കുന്ന രേണുസുതിനെ ചേർത്ത് പിടിക്കുന്ന എന്താ അവസ്ഥ. അതും എത്രമാത്രം അത് ഞാൻ വീഡിയോ കണ്ടു, പക്ഷേ ആ കമന്റ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ആ മരിച്ച സമയത്ത് എന്താ അവർ ചെയ്തതെന്നും എനിക്കറിയില്ല. പക്ഷേ ഈ പൈസ എന്ന് പറഞ്ഞ സംഭവം വന്ന സമയത്ത് എല്ലാവരും ഇവരെ ചേർത്ത് പിടിക്കാൻ തോന്നി. അപ്പോൾ ഈ പൈസ എന്ന് പറഞ്ഞ സംഭവം വന്ന സമയത്ത് എന്ത് ചെയ്യുക, എല്ലാവരും ഇവരെ ചേർത്ത് പിടിക്കാൻ തോന്നി, ഇവർ കൂടെ നിൽക്കാൻ തോന്നി. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇവള് കാരണം എനിക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. ഫുൾ ഇവരത് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. കിച്ചുവിനെ ആരോ പറഞ്ഞ് പറയിപ്പിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ ആരോ വിലക്കെടുത്ത് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഇത് കിച്ചുവിനെ ആരോ അത് എനിക്കൊന്ന് ഷെബിന ബേബിയാണ് ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത്. അവരോട് പോയെന്നുള്ളൊരൊറ്റ സത്യം പറഞ്ഞാൽ അവരുടെ പോകല്ലായിരുന്നു. അവരുടെ മനസ്സിൻ്റെ അവരൊരു അമ്മയാണ്. അവർക്കത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് സത്യം പറയാം എനിക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നി. നേരിട്ടൊന്ന് കാണണമെന്ന് വരെ തോന്നിപ്പോയി. അതിന് നേരിട്ടൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ വരെ ഓർത്ത് പോയി. കാര്യം അത്രയ്ക്ക് വിഷമം തോന്നി അതിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക്. 2-3 ദിവസത്തേക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ആ കൊച്ചിൻ്റെ മുഖവും പറച്ചിലും ആ ഒരു വീർപ്പ് മുട്ടലും അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. അത്രയ്ക്ക് എനിക്ക് മക്കളുണ്ട്, അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയും ഒരു ഫീലിങ്സ്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലെ എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിച്ച് പോകും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കൊക്കെ ആ കിച്ചു പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ രണ്ടാമത് പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്, കിച്ചു രേണുവിൻ്റെ ഇതിലാണ് കിച്ചു അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരിക്കലുമല്ല, അതാ പറഞ്ഞത്. നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ഒന്ന് കാണി. കിച്ചു ആണേലും രേണു ആണേലും സുധിയുടെ പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. സുധിയുടെ മകന് സുധിയുടെ ഭാര്യ, ആ ബലമാണ് ഇവർക്കുള്ളത്. ആ ഒരു ഇതിലാണ്, ആ ഒരു ലേബലിലാണ് ഇവർ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ പണ്ട് രേണു ഒരുത്തനെ കല്യാണം കഴിച്ചിരുന്നല്ലോ, ഏതോ ഒരു ബിനുവോ അങ്ങനെയാണ് പറഞ്ഞു ഒരുത്തനെ. അവനെ കല്യാണം കഴിച്ച് ഈ രേഷ്മ തങ്കച്ചനായിട്ട് ആ വീട്ടിൽ കഴിച്ചിരുന്നെങ്കിൽ, എന്നിട്ട് അവിടെ നിന്ന് അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിട്ട് വന്നിരുന്നെങ്കിൽ ഇവരെ ആരെങ്കിലും അറിയുമായിരുന്നു? ആരും അറിയാമായിരുന്നു. ഇവരൊരിക്കൽ പറഞ്ഞായിരുന്നു സുധിയുടെ കൂടെ ഓരോരുത്തരും വന്ന് കൂടിയത് ഈ അവർക്ക് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കിട്ടിക്കയറാനുള്ള ചവിട്ടുപഴ. പക്ഷെ അത് ഉപകാരപ്പെട്ട രേണുവിനാണ് കേട്ടോ. രേണു പറഞ്ഞ കാര്യത്തിൽ മറ്റുള്ളവരൊക്കെ ആലോചിച്ചു പറഞ്ഞാലും രേണു അത് ആഗ്രഹിച്ചിരുന്നു, രേണുവിനാണ് അത് പ്രയോജനപ്പെട്ടത്. ഓരോ കാര്യങ്ങളും ഇവർ അതുപോലെ തന്നെ അവരുടെ അമ്മയെ പറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ അവരൊന്നും സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്നവരല്ല എന്ന് ഷെബിന ബീബി പറയുന്നതായിട്ട്. അപ്പം അങ്ങനെ ആ ഒരു പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടായിരിക്കാം അവരൊരു ഇത് കാണാതിരിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പൈസ വന്നപ്പോഴത്തേക്ക് അവരൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അവരൊക്കെ അതിലൊക്കെ തടിപ്പിക്കലെന്നാണ് പറയുന്നത് കേട്ടുള്ള ഈ സാധനത്തിന്. ആ കൊല്ലത്ത് അത്ര അടുത്ത് ഒരു പരിപാടിക്ക് പോയിട്ട് അവരുടെ വീട്ടിലോട്ട് പോലും പോയില്ലല്ലോ. എന്തുകൊണ്ട് പോയില്ല? ഇവരുടെ പൈസ ഇവരുടെ അവർക്ക് കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പറയാതെ കേട്ടോ, ദൈവദോഷം കിട്ടും. കാര്യം അവരത്രയും പ്രായം ചെന്നൊരു അമ്മയാണ്, ഒരു മകൻ നഷ്ടപ്പെട്ടതാണ്. അവരൊക്കെ ഇവരോടൊക്കെ ഈ കിച്ചുവിനെ പോലും ഇവിടെ നിർത്തുന്നതിന് ചോദിച്ചപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ഇവരൊക്കെ ഇവിടുന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങി പോയതാണ് അവരുടെ അടുത്തുനിന്ന്. ആ വഴക്കുണ്ടെങ്കിൽ പിന്നെ സുധി ഭയങ്കര വെള്ളവടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഒരു മനുഷ്യന് സമാധാനം കൊടുത്തില്ലെങ്കിൽ ആ മുഴുകുടിനാകും. വളർന്ന് ഈ നിലയിലെത്തി. അപ്പൊ എത്ര ആൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെന്നെ അവർക്ക് ഇന്ത്യയിൽ എന്താണെന്നറിയോ, ഇവരെ പോലെ ആവാൻ എനിക്ക് പറ്റിയില്ലല്ലോ, കൂടുതൽ അതായിരിക്കും. പക്ഷെ എൻ്റെ പൊന്നും പെണ്ണുമ്പോൾ ഏതെങ്കിലും ഇങ്ങനെയൊക്കെ പറയാതെ അവരെ പോലെയൊക്കെ ആകാനൊന്നും ആരും ആഗ്രഹിക്കത്തില്ല. അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഈ നെഗറ്റീവ് പറയുന്നതൊന്നും അവരെ പോലെ ഒരിക്കലും ആകാൻ ആഗ്രഹിക്കത്തില്ല, ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. നിങ്ങൾ എന്നെ വിട്ടിതൊക്കെയാണ് ഈ പറയുന്നത്. കുടുംബമായിട്ട് ജീവിക്കുന്നവർ ഒരിക്കലും ആഗ്രഹിക്കില്ല അവനെൻ്റെ മക്കൾക്കും കെട്ടിയവനും തലയുർത്തി നടക്കണമെന്ന് ചിന്തിക്കും. ഇനി കെട്ടിയവൻ ഇല്ലേ തന്നെ എൻ്റെ മക്കൾക്ക് തലയുർത്തി നടക്കണമെന്ന് ചിന്തിക്കും. നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടാണ് ഈ വന്നിരുന്ന് പ്രസംഗിക്കുന്നത്, എന്നെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇവർ പറയുന്നുണ്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് രേണു നടക്കുമായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിന് വീഡിയോ കാണിക്കാൻ കൂടുതൽ അതായിരിക്കും. പക്ഷെ തിരിച്ച് കമന്റ് ഇടുന്ന സമയത്ത് അവർ ഭയങ്കര നെഗറ്റീവായിട്ടും മനസ്സിൽ ഈ പറയുന്ന ലേഡീസാണ് ഇടുന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ തിങ്ക് ചെയ്യുക അവരെ പോലെ ആവാൻ പറ്റിയില്ലല്ലോ. ജെൻസ് ഇടുന്നുണ്ടെങ്കിൽ എന്ത് പർപ്പസിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് കുറച്ച് ലേഡീസ് കമന്റ്സ് ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ലേഡീസ് ലൈഫിൽ കുറേ സ്ട്രഗിൾ ചെയ്ത ആൾക്കാരായിരിക്കും. കാരണം സ്ട്രഗിൾ ചെയ്തവർക്ക് മാത്രമേ ശരിക്കും ഇത് മനസ്സിലാവുള്ളൂ. ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് സക്സസ് ആയ ഏതൊരു ലേഡീസിനും അത് മനസ്സിലാവും. കാരണം വെച്ചാൽ അവർക്കുള്ള കഴിവ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കഴിവ് വെച്ച് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അഹങ്കാരത്തോടെ പറയാം എനിക്ക് സക്സസ് ആകാൻ പറ്റും, ഞാൻ സക്സസ് ആയി എനിക്ക് അഹങ്കാരത്തോടെ പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ലൈഫിൽ ഇവർ പറയുന്നത്. രേണുവിനോട് അസൂയ മുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ
ഇതുപോലെ അനുഭവിച്ച് വിഷമിക്കുന്നവരായിരിക്കും ചിലപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. നിങ്ങൾ ആ മലയാളം നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്, ഞാനും ഒരു വിധവയാണ്, ഞാനും മക്കളെ വളർത്തുന്നു, പക്ഷേ ഇവള് കാണിക്കുന്ന കൊണ്ട് അഴിഞ്ഞാട്ടമല്ല ഞാൻ കാണിക്കുന്നത് എന്നും പറഞ്ഞാണ് ഓരോരുത്തരും വന്ന് പറയുന്നത്. ഇവിടെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളും ഇവിടെ പറയുന്ന ഡയലോഗുകളും വേറെ പുച്ഛമാണ് ഇവർക്ക് മനുഷ്യന്മാരെല്ലാം. ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ ഇവർക്ക് വലിയ കാര്യമായിട്ടുള്ളത്. ബാക്കി എല്ലാവരെയും ഇവർക്ക് പുച്ഛമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇവർക്ക് പുച്ഛമാണ്. ഇവളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. ഭയങ്കര പുച്ഛമാണ്. പിന്നെ കരഞ്ഞ വീഡിയോയുടെ കാര്യം പറഞ്ഞല്ലോ ചേച്ചി, അത് കഴിഞ്ഞ് തൊട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. അത് കണ്ടില്ലായിരുന്നു, കരഞ്ഞ് ക്ഷീണം മാറ്റാനായിട്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതെന്നാന്നുള്ളത്. Morning, Umma. Have a nice day. Take care. ഇതായിരുന്നു ചേച്ചിയുടെ സങ്കടം കൂടി നിൽക്കുന്ന സമയത്ത് ചേച്ചി ആ സങ്കടം കുറയ്ക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ. ഇതാണ് പറയുന്നത്, ഇവരെ പറ്റി ഒന്നും അറിയാൻ മേലാതെ നിങ്ങൾക്ക് ശരിക്കും വിധവകളെ നിങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്. പല സമയത്തും പലതും കേൾക്കുമ്പോണ്ടല്ലോ എന്നതോ പോലെ തോന്നാറുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ നല്ല കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന നല്ല നല്ല റീൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൊച്ചിനോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ രഹസ്യമായിട്ട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ആ കൊച്ചു തന്നെ പറഞ്ഞു, എനിക്ക് പറയാൻ പേടിയായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു, ഇത്രയും വർഷം എടുത്തു ആ കുഞ്ഞിനൊന്ന് പറയേണ്ടി വന്നത്. ഇതിനേക്കാൾ ചെറുപ്രായത്തിൽ അത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെല്ലാം അതിനെ തല്ലിക്കൊന്ന് കളയുമായിരുന്നു. ഇന്നിപ്പോൾ അതത്ര ആരോഗ്യമുണ്ട്, 10-21 വയസ്സായൊരു കൊച്ചായി. അതുകൊണ്ടാണ് നിങ്ങളാരും അതിനെ നേരിട്ടൊന്നും ചെയ്യാത്തത്. അല്ലായിരുന്നെങ്കിൽ ഇതിനൊക്കെ കുഞ്ഞായിരുന്ന സമയത്തായിരുന്നെങ്കിൽ അതിനെ നിങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടി വെക്കുക പോലും ചെയ്യത്തില്ലായിരുന്നു, അത് ഈ സത്യങ്ങൾ പറഞ്ഞാൽ. പക്ഷെ അന്ന് ഇത് പറയണമായിരുന്നു, അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പം ഇത്രയും വളർന്ന് ഇപ്പം എന്നതെല്ലാം അമ്മ പറയുന്നതെന്നറിയോ? അതിനും ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് രേണു. മയക്കുമരുന്നൊക്കെ അടിക്കാൻ വേണ്ടി പൈസ തികയാത്ത രേണുവിനോട് ചോദിച്ച് കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മനസാക്ഷിയില്ല സംസാരിക്കാൻ തോന്നുന്നു. ഇങ്ങനെ സംസാരിക്കാൻ തോന്നും? എന്നാൽ ഇങ്ങനെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്, ഒത്തിരി എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത്, ഇതുപോലെ ഇവളുടെ കണ്ണുനീര് കണ്ട് സഹതാപം തോന്നി വന്നതെന്നുള്ളത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കണ്ണുനീര് കണ്ടിട്ട് സഹതാപം തോന്നി എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാര്യം അറിയാനായിട്ടാണ്. എനിക്ക് ഒരു സഹതാപവും തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അറിയാതെ ചിരിച്ചുപോയി ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക്. ഉള്ള സത്യം പറയാം, നമ്മൾ കരയുന്ന കണ്ടിട്ടുണ്ട്. കിച്ചു അതേ സമയം അവൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന കാണിക്കുന്നില്ല, എന്നാൽ പോലും നമ്മുടെ ഉള്ളിലൊരു വിങ്ങലാണത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ വന്ന് എന്നതോ തങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നും. അങ്ങനെ ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് അവർക്കും അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായെന്ന് പറഞ്ഞു. ആ വീഡിയോ കണ്ടിട്ടുള്ളവരാരും ആ കൊച്ചിന് ഇങ്ങനെ അപരാധം പറയാല. കാര്യം എന്ന് വെച്ചാൽ രേണുവിനെ ഇങ്ങനെ വിളിപ്പിക്കാൻ നടക്കുന്നു. രേണു അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ലെങ്കിൽ രേണു നേരിട്ടാണ് കിച്ചുവിനോട് സംസാരിക്കേണ്ടത്. രേണു സോഷ്യൽ മീഡിയ രേണുവിന് മനസ്സിലായി, രേണുവിടെ അടി പറഞ്ഞു പോയെന്ന് മനസ്സിലായി. പക്ഷെ ഭയങ്കരമായിട്ടാണ് ആൾക്കാർ ഇറക്കിക്കുന്നുണ്ടോ, ഭയങ്കരമായിട്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ട് കയറി സാധാരണ റിയാക്ഷൻ മീഡിയക്കാരെയായിരുന്നു ഏറ്റവും കൂടുതൽ കാണുന്നത്. പക്ഷെ അങ്ങനല്ല, റിയാക്ഷൻ മീഡിയക്കാരല്ല കാണുന്നത്. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ജാസി ഇവരൊക്കെ ആയിരിക്കും വിളിച്ച് ആശ്വസിപ്പിച്ച്. അവരുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ചെയ്യും ഒരു ദിവസം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരൊക്കെ ഒത്തിരി പേരുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇന്നിപ്പോൾ വീഡിയോ ഒന്നും ചെയ്ത് താമസിച്ചായിരിക്കും, നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാണേലും രേണുവിൻ്റെ കണ്ണുണ്ടല്ലേ, രേണുവിൻ്റെ മാമ ഉണ്ണാനെന്നാണ് പറയുന്നത്, അതുകൊണ്ട് മാമ ഉണ്ടാക്കാം. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.